ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നത് ലിങ്ക് ലിസ്റ്റ് എന്താണെന്നാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളക്ഷൻ ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ അതിനകത്ത് ഇതിന്റെ ഇൻട്രോഡക്ടറി പാർട്ട്, അതുപോലെ കളക്ഷൻ മാപ്പ് ഹൈറാർക്കി എന്താണ്, അറേസ് എന്താണ്, അറേ അപേക്ഷിച്ച് നമ്മൾ കളക്ഷൻ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, ഇതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കാണ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ എന്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർക്ക് അത് റെഫർ ചെയ്താൽ മതി. ലിങ്ക് ഐ ബട്ടണിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് റെഫർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ഇന്റർഫേസിന്റെ ഒരു ഇംപ്ലിമെന്റഡ് ക്ലാസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ യൂസർ ഡിഫൈൻഡ് ക്ലാസ് കൊണ്ട് ഇൻബിൽഡ് ക്ലാസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അറേ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇൻബിൽഡ് ക്ലാസ് ആണ്. അപ്പൊ അത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറെ കൺസ്ട്രക്ടേഴ്സും മെത്തേഡ്സും ഒക്കെ ഉണ്ട്. ഈ ക്ലാസ് വേറൊരു ക്ലാസ്സിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്യും. ഇനി അതൊരു ഇന്റർഫേസിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? നമ്മൾ ഇംപ്ലിമെന്റ്സ് കീവേഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ലിസ്റ്റ് ഇന്റർഫേസിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ്. അത് ഏതിനകത്താണ് വരുന്നത്? java.util.package-നകത്താണ് വരുന്നത്. ഓക്കെ, ഇതൊരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സ്ട്രക്ചർ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് ഓരോന്നും നമുക്ക് നോഡ് കൺസെപ്റ്റ് ആണ്. അതായത് ഓരോ നോഡിലും അതിനൊരു ഡേറ്റ പാർട്ടും കാണും, അതുപോലെ അടുത്ത നോഡിന്റെ അഡ്രസ്സ് സേവ് ചെയ്യുന്ന പാർട്ടും കാണും. അപ്പൊ ഇവിടെ ഇപ്പോ ആദ്യം നമ്മളിപ്പോ ഒരു 3 എലമെന്റ്, ഇതിപ്പോ ഒരു 3 നോഡല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 എലമെന്റ് 10, 20, 30 എന്നുള്ള എലമെന്റ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആദ്യത്തെ എലമെന്റ് 10 ഇൻസേർട്ട് ആവും. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്രസ്സ് ചിലപ്പോൾ ഒരു 1000 ആയിരിക്കും. ഇതൊരു 1001, ഇതൊരു 1002 ആണെങ്കിൽ നെക്സ്റ്റ് എലമെന്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഇവിടെ സേവ് ആവുന്ന എന്താണ്? അടുത്ത നോഡിന്റെ അഡ്രസ്. അത് 1001 അല്ലേ, അതാണ് ഇവിടെ വരുന്നത്. അടുത്ത ഇവിടെ 20 ഇൻസേർട്ട് ആവും. ഓക്കെ, ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണ്? അടുത്ത നോഡിന്റെ അഡ്രസ്. അപ്പൊ ഇവിടെ 1002. ഇവിടെ 30 ഇൻസേർട്ട് ആവും. ഇവിടെ അടുത്ത നോഡിന്റെ അഡ്രസ്. അപ്പൊ ഇപ്പൊ നമുക്ക് ആകെ 3 നോഡേ ഉള്ളൂ, അടുത്ത നോഡില്ലാന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? ഇവിടെ അഡ്രസ്സിന് പകരം നള്ളായിരിക്കും. അപ്പൊ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ നമ്മൾ അഡ്രസ്സിന്റെ അവിടെ നമ്മൾ നള്ള് കണ്ടു കഴിഞ്ഞാൽ അത് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എൻഡ് എത്തിയെന്ന് വിചാരിക്കാം. മനസ്സിലായല്ലോ? ഇനി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ക്ലാസ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ സിന്റാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റ്സ് ലിസ്റ്റ്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്, അത് ലിസ്റ്റ് ഇന്റർഫേസിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൺസ്ട്രക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറെ ഇൻബിൽഡ് മെത്തേഡ്സ് ഉണ്ട്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓൾറെഡി മെത്തേഡ്സിനകത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യും. ഇതിനകത്ത് വരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ആ പാർട്ട് നിങ്ങൾ വെറീഡ് ആവണ്ട, അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലീനിയർ കളക്ഷൻ ഓഫ് ഡേറ്റ എലമെന്റ് ആണ്. എലമെന്റ്സിന്റെ ഒരു ലീനിയർ കളക്ഷൻ ആണ്. ഓക്കെ, ഇനി ഓരോ ഡേറ്റ എലമെന്റിനും നമ്മൾ പറയുന്നത് നോഡ് എന്നാണ്. ഓക്കെ, അത് അടുത്ത നോഡിലേക്ക് ഒരു പോയിന്റർ വെച്ചിട്ട് റെഫർ ചെയ്യുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ എലമെന്റിനും നമ്മൾ ഓരോ നോഡ് എന്നാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അടുത്ത നോഡിന്റെ അഡ്രസ്സാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു സിന്റാക്സ്. നമുക്ക് സ്റ്റാക്ക്, ക്യൂ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഗ്രോ ആവും, ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഷ്രിങ്ക് ആവും. ഇത് ഡൈനാമിക് നേച്ചറാണ്. ഇത്രയും ഇതിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓരോ നോഡും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിനകത്ത് നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡേറ്റ അത് കാണും. രണ്ടാമത്തെ പാർട്ടിൽ അടുത്ത നോഡിലേക്കുള്ള അഡ്രസ് ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് നോഡ് എത്തുമ്പം അതിനുശേഷം വേറെ നോഡ് കാണത്തില്ലല്ലോ. അപ്പൊ അവിടെ നെക്സ്റ്റിന്റെ അവിടെ എന്തായിരിക്കും? നള്ളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നള്ള് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചോണം നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എൻഡ് എത്തിയും. സ്റ്റാർട്ട് പോയിന്റർ ആണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബിഗിനിങ് സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോണം ആ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിലെ നോട്ട്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ജനറൽ ആയിട്ട് 1000, 1001, 1002 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് അടുത്തടുത്ത അഡ്രസ്സിലല്ല ഇത് സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് 1000-ലാണെങ്കിൽ രണ്ടാമത്തത് ചിലപ്പോൾ 1010-ലായിരിക്കും. ഇതിന്റെ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ഇവിടെ 1000-ലാണെങ്കിൽ ഇത് ചിലപ്പോൾ 1010 ആയിരിക്കും. പക്ഷെ ഈ നെക്സ്റ്റ് പാർട്ടിനകത്ത് അടുത്ത നോഡിന്റെ അഡ്രസ് ഉണ്ട് അല്ലേ? അപ്പോൾ അടുത്ത നോഡിന്റെ അഡ്രസ് ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇതിനറിയാം അടുത്ത നോഡ് അതാണ്. അപ്പൊ കണ്ടിന്യൂസ് ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി
ഈ നമുക്കുള്ളത് ഒരു എലമെന്റ് പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ അറേക്കകത്ത് അറേ ലിസ്റ്റിനകത്ത് ഇടയിലത്തെ ഇൻഡെക്സിൽ കൊണ്ടുവന്ന ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യും, അതുപോലെ ഇടയിൽ നിന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സാധാരണ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഇപ്പൊ ഇടയിലോട്ട് ഒരു എലമെന്റ് ഇപ്പൊ മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, ആ ഇൻഡെക്സിലേക്ക് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന എലമെന്റുകളെ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. ഈ ലിങ്ക്ഡ് ലിസ്റ്റിന് അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പൊ സാധാരണ ഇപ്പൊ അറേൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 10 എലമെന്റ് ഉള്ള ഒരു ലിസ്റ്റില് മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് നമുക്കൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന എലമെന്റിനെ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ വേറൊരു എലമെന്റ് ഉണ്ടാവും, അതിനെ തൊട്ടടുത്ത ഇൻഡെക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് നിങ്ങളിപ്പോ ഒരു വരിയില് ചെയറിൽ കുറെ ആളുകൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോ മൂന്നാമതിരിക്കുന്ന കസേരയിലേക്ക് ഇരിക്കാൻ വന്നു. അപ്പൊ എന്താണ്, അവിടെ ഇരിക്കുന്ന ആള് അപ്പുറത്തോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുന്നേക്കും അല്ലെ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ ഇപ്പുറത്തോട്ട്, അങ്ങനെ എല്ലാവരും ഓരോരോ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും. എന്നാലേ പുതിയതായിട്ട് വന്ന ആൾക്ക് ആ മൂന്നാമത്തെ പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് അറേയുടെ കേസിൽ. നമ്മളൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ പൊസിഷനിൽ ആ എലമെന്റിന് ഇൻസേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന എലമെന്റ് കുറച്ച് അങ്ങോട്ട് മാറിയിരിക്കണം അല്ലെ, അടുത്ത ഇൻഡെക്സിലേക്ക്. ഓക്കെ, ഇനി മെമ്മറി, ഓരോ നോഡിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഡൈനാമിക് ആയിട്ടാണ്. അത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ എലമെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് റീ അലോക്കേറ്റ് ആവും. ഓക്കെ, ഇനി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് അത് ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോ ആവും, ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഷ്രിങ്ക് ആവും. ഇതൊക്കെയാണ് ഇതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്. ഇനി ഇത് കൂടാതെ ഇപ്പൊ ചില ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ്. അതായത് ഇൻഡെക്സ് അറിയാം, ഓരോ ഇൻഡെക്സിലേക്കല്ലേ നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യും. അതിന്റെ കയ്യിൽ അടുത്ത എലമെന്റ് ഏതാണോ അതിന്റെ അഡ്രസ്സും ഉണ്ടാവും. ഓക്കെ, ഇനി ഓരോ ലിങ്ക്ഡ് ലിസ്റ്റും നമുക്ക് ഒരേ ടൈപ്പിലുള്ള എലമെന്റ് അല്ല. അപ്പൊ നമുക്ക് ഇൻഡിജേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാവൂ അങ്ങനൊന്നുമില്ല. നമുക്ക് ഹെട്രോജീനസ് ഡേറ്റ സ്റ്റോർ ചെയ്യാം. അതായത് ഇൻഡിജർ സ്റ്റോർ ചെയ്യാം, സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഹെട്രോജീനസ് എലമെന്റ്സ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാം. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് സപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പൊ നമുക്ക് 10 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും 10 ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഓക്കെ, അത് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് സ്റ്റോർ ചെയ്യും. അതുപോലെ നൾ എലമെന്റ്സും സ്റ്റോർ ചെയ്യും. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് സ്റ്റോർ ചെയ്യും, നൾ എലമെന്റ്സും സ്റ്റോർ ചെയ്യും. ലിങ്ക്ഡ് ലിസ്റ്റ് ഇൻസേർഷൻ ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് ഓർഡറിലാണ് ഇൻസേർട്ട് ചെയ്തത് നമുക്ക് ട്രാവേഴ്സ് ചെയ്യുമ്പോഴും ആ ഓർഡറിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ലിങ്ക്ഡ് ലിസ്റ്റ് സോർട്ടിംഗ് ഓർഡർ ഫോളോ ചെയ്യുന്നില്ല. അതായത് ചില ഈ കളക്ഷൻസിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതൊരു സോർട്ടിംഗ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് സോർട്ടിംഗ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് ഏത് ഓർഡറിലാണോ ഇൻസേർട്ട് ചെയ്തത് ആ ഓർഡറെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് തന്നെ അതിനെ തന്നെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാ ലിങ്ക്ഡ് ലിസ്റ്റിന് നമ്മൾ പറയുന്നത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്നാണ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ്. അതായത് ഞാൻ മുമ്പേ കാണിച്ച നോഡ്, നമുക്കിപ്പോൾ അതിനൊരു ഡേറ്റ പാർട്ട് കാണും, അഡ്രസ് പാർട്ട് കാണും. ഡേറ്റ പാർട്ട് കാണും, അഡ്രസ് പാർട്ട് കാണും. ഡേറ്റ പാർട്ടിനകത്ത് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യും, അഡ്രസ് പാർട്ടിനകത്ത് അടുത്ത നോഡിന്റെ അഡ്രസ്സ് കാണും. ഇത് ഒരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ട്രാവേഴ്സൽ നമുക്ക് ഡേറ്റ ട്രാവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു രീതിയിലേ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ഈ ഫോർവേഡ് ട്രാവേഴ്സൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, തൊട്ട് മുന്നത്തെ എലമെന്റ് കിട്ടില്ല. കാരണം നമ്മുടെ കയ്യിൽ തൊട്ട് അടുത്ത എലമെന്റിന്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഇതിന്റെ മുന്നത്തെ എലമെന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഈ നോഡ് നിന്നോട് ഇതിന്റെ തൊട്ട് മുന്നത്തെ എലമെന്റിന്റെ അഡ്രസ്സ് ഇതിനറിയത്തില്ല അല്ലേ. കാരണം എന്താണ്, ഇതിന്റെ കയ്യിൽ അടുത്ത നോഡിന്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർവേഡ് ട്രാവേഴ്സൽ അല്ലെങ്കിൽ വൺ വേ ട്രാവേഴ്സലെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ. ഇനി ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന് നമ്മൾ 2 വേ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നും പറയും. അതായത് അതിന് നെക്സ്റ്റ് നോഡിനെയും പോയിന്റ് ചെയ്യാൻ പറ്റും, പ്രീവിയസ് നോഡിനെയും പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന് മറ്റേ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് എങ്ങനെയാണ്, ഒരു നോഡിന് 2 പാർട്ടേ ഉള്ളൂ, ഡേറ്റയും അഡ്രസ് പാർട്ടും. പക്ഷെ ഡബ്ലിയിൽ വരുമ്പോൾ അതിന് 3 പാർട്ടുണ്ട്. അതായത് പ്രീവിയസ് നോഡിന്റെ അഡ്രസ് അത് ആദ്യത്തേത്, പിന്നെ ഡേറ്റ, പിന്നെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്. അപ്പം പ്രീവിയസ് നോഡിന്റെ അഡ്രസ്സിനകത്ത് എന്താണ്, ഇതിന്റെ തൊട്ട് മുന്നത്തെ നോഡിന്റെ അഡ്രസ് എന്താണോ അതിവിടെ കാണും. പിന്നെ നമ്മുടെ ഡേറ്റ, കാരണം ആ നോഡിൽ എന്ത് ഡേറ്റ ഉണ്ടോ അതുപോലെ അടുത്ത നോഡിന്റെ അഡ്രസ് എന്താണോ അതാണ് ഈ നെക്സ്റ്റ് പാർട്ടിൽ. ഇങ്ങനെ എല്ലാ നോഡിനും ഒരു പ്രീവിയസ് പാർട്ടുണ്ട്, അതിന്റെ ഡേറ്റ പാർട്ടുണ്ട്, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇതിന്റെ പ്രീവിയസ് നോഡ് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. കാരണം എന്താണ്, അതിന്റെ കയ്യിൽ അഡ്രസ് ഉണ്ട് അല്ലെ. ഇനി ഇതുകൊണ്ട് തന്നെ ഇതൊരു 2 വേ ട്രാവേഴ്സിന് പറ്റും. ഓക്കെ, അതായത് ഫ്രണ്ടിലോട്ടും ട്രാവേഴ്സ് ചെയ്യാം, ബാക്ക് ട്രാവേഴ്സിലും പറ്റും. ഓക്കെ, നെക്സ്റ്റ് എലമെന്റിന്റെ
നോഡിന്റെ അഡ്രസ്സും എടുക്കാം, പ്രീവിയസ് നോഡിന്റെ അഡ്രസ്സും എടുക്കാം. അതുകൊണ്ടാണ് ഇതിന് 2-way ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് അപ്പൊ നമ്മളിപ്പോ ഈ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എല്ലാം പറഞ്ഞു. അപ്പൊ മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊ നമുക്ക് അറേ ഉണ്ട്, അറേ ലിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, എന്തിനാണ് ഇപ്പൊ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് കൂടി? അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു അറേ ഉണ്ട്, അറേക്കകത്ത് ഒരുപാട്, ഇപ്പൊ ഇന്നൊരു ഇന്റിജർ അറേ ആണെന്ന് വിചാരിക്കുക, ഇന്റിജർ അറേക്കകത്ത് ഒരുപാട് ഇന്റിജേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ 10, 20, 30, 40 അങ്ങനെയാണ് ഇന്റിജേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോർട്ടഡ് ഓർഡർ ഒന്നല്ല, ഞാൻ ജസ്റ്റ് കുറച്ച് എലമെന്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പൊ മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് നിങ്ങൾക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യും 25. 25 ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അവിടെ കിടക്കുന്ന എലമെന്റുകളെ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ? ആ പൊസിഷനിൽ കിടക്കുന്ന എലമെന്റിന് ഓരോ ഇൻഡെക്സ് വൈസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്നാലേ ആ പുതിയതായിട്ട് വന്ന എലമെന്റിനെ തേർഡ് ഇൻഡെക്സിൽ ഇടാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തേർഡ് ഇൻഡെക്സിന് ശേഷം ഒരു 10,000 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, ഈ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 10,000 എലമെന്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, അതിന്റെ പെർഫോമൻസ് സ്ലോ ആണ്, എഫിഷ്യൻസി കുറവ്. ശരിയല്ലേ? കാരണം എന്താ, ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 10,000 പേര് സ്ഥലം മാറി 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 ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെ പ്രീവിയസ് നോഡിന്റെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ പ്രീവിയസ് ഉണ്ട്, ഡേറ്റ ഉണ്ട്. ഇതിപ്പോ ഒരു ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോ ഈ നോഡിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഒരു 1000 ആണ്. ഓക്കെ, ഇതിൻ്റെത് ഒരു 1001 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ എലമെന്റ് ഉണ്ട്. എലമെന്റ് ഇപ്പോ ഇവിടെ 10, ഇവിടെ 20. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ ഇവിടെ എനിക്കിപ്പോ ഒരു പ്രീവിയസ് നോഡ്, ഇതിന്റെ പ്രീവിയസ് നോഡിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഒരു 90 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 90 ആണ് പ്രീവിയസ് നോഡിന്റെ അഡ്രസ്, ഡേറ്റ 10 ആണ്. നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നോഡ് എത്രയാണ്? 1001 അല്ലേ? ഇവിടെ 1001 ആയിരിക്കും. ശരിയല്ലേ? ഇനി ഇവിടെ പ്രീവിയസ് നോഡിന്റെ അഡ്രസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്രീവിയസ് നോഡ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പൊ ഇവിടെ 1000 ആണ് ഉണ്ടാവുക. ഇവിടെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്, നെക്സ്റ്റ് നോഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 3000 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ 3000. അപ്പൊ കണ്ടിന്യൂസ് മെമ്മറി വരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഈ നോഡിന്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ എനിക്ക് ഇവിടെ ഈ 10ന് ശേഷം ഒരു 15 എന്ന് പറഞ്ഞ എലമെന്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ അറയിലാണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഇതിനകത്ത് ഷിഫ്റ്റിങ്ങിന്റെ പരിപാടിയേ ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ വേറൊരു നോഡ് വന്നു അല്ലെ? ഇവിടെ വേറൊരു നോഡ് വന്നു. അപ്പൊ ആ നോഡിനും 3 പാർട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രീവിയസ് എലമെന്റിന്റെതിനകത്ത് നമ്മൾ പ്രീവിയസ് നോഡിന്റെ അഡ്രസ് കൊടുക്കണം, ഇവിടെ നെക്സ്റ്റിന്റെ അഡ്രസ് കൊടുക്കണം. എലമെന്റ് എത്രയാണ്? എന്റെ എലമെന്റ് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, ഇതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഒരു 1010 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എനിക്ക് 15 വരണം. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ ഈ നെക്സ്റ്റ് ഇല്ലേ, ഇത് നമ്മൾ 1001 മാറ്റിയിട്ട് 1010 കൊടുക്കും. ഓക്കെ, അതായത് നെക്സ്റ്റ് എലമെന്റിന്റെ അഡ്രസ് 1010. അപ്പൊ ഇത് ഇങ്ങോട്ട് പോയിന്റ് ആയല്ലോ, ഇങ്ങോട്ട് പോയിന്റ് ആയി. ഓക്കെ, ഇനി ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? പ്രീവിയസ് നോഡിന്റെ അഡ്രസ്. ഇതിന്റെ പ്രീവിയസ് നോഡ് എത്രയാണ്? 1000. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് വരും അല്ലെ? ഇവിടെ 1001 വന്നു. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ പ്രീവിയസ് നോഡിന്റെ അഡ്രസ് 1000 ആയിരുന്നു. അപ്പൊ അതെത്രയാണ്? 1010. ഇവിടെ 1010 വന്നു. ഓക്കെ, ഇത് ഇങ്ങോട്ട് പോയിന്റ് ആയി. മനസ്സിലായല്ലോ? അപ്പോ ഇങ്ങനെയാണ് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ പുതിയതായിട്ട് വന്ന നോഡിലേക്ക് നോഡിന്റെ അഡ്രസ്സ് ഇവിടെ ഈ എലമെന്റിൽ നെക്സ്റ്റും പ്രീവിയസും മാത്രം മാറ്റി കൊടുത്താൽ മതി. അറയിലാവുമ്പോൾ നമ്മൾ 10,000 എലമെന്റ് ഉണ്ടെങ്കിൽ ആ 10,000 എണ്ണവും ഷിഫ്റ്റ് ചെയ്യാൻ നടക്കണം. ഇവിടെ ആവുമ്പോൾ അങ്ങനെയില്ല. ജസ്റ്റ് ആ രണ്ട് നോഡിന്റെ, അതായത് എവിടെയാണോ നമ്മൾ ഇൻസേർഷൻ വന്നത് ആദ്യത്തെ എലമെന്റിന്റെ നെക്സ്റ്റിന്റെ അവിടെ ഇതിന്റെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, 1010. എന്നിട്ട് ഇവിടെ അത് മാറ്റി കൊടുക്കണം. ഇവിടെ പ്രീവിയസ് എന്ന് പറയുമ്പോൾ ഈ നോഡിന്റെ അഡ്രസ് ആയിരിക്കും. മനസ്സിലായല്ലോ? 1010. ഇങ്ങനെ ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ മാറ്റം വരുത്തിയാൽ മതി.
അപ്പൊ ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഏറ്റവും വലിയ യൂസ്. അപ്പൊ നമുക്കൊരു എലമെന്റ് ഇൻസേർഷൻ ഡിലീഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അറേ ലിസ്റ്റ് യൂസ് ചെയ്യാൻ പോരുത്, നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ്. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ സപ്പോസ് ഈ 15 എലമെന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. 15 എഴുതിയാൽ ശരിയായില്ല. ഇപ്പോ ഈ നോഡാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ മാറ്റണം അല്ലേ? അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? ഇവിടെ എന്ന് പറയുന്നത് ഈ നോഡിന്റെ അഡ്രസ് ആയിരുന്നു. ഇപ്പൊ ഈ നോഡ് എന്ന് പറയുന്നത് 1010 ആണെങ്കിൽ ഇവിടെ 1010 ആയിരുന്നു. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ 1010 ആണ് നെക്സ്റ്റിൻ്റെത്. ഇവിടെ പ്രീവിയസിനകത്തും ഈ 1010 ആയിരുന്നു. ഇവിടെ എന്താണ് 1001 ആയിരുന്നു നമ്മൾ കൊടുത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെക്സ്റ്റിന്റെ അവിടെ 1001 കൊടുക്കുക. 1001. നേരത്തെ എത്രയായിരുന്നു? ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് നെക്സ്റ്റ് നോഡായിട്ട്. അതിന് പകരം ഇതിന്റെ അഡ്രസ് കൊടുക്കാൻ 1001. ഇനി ഇതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് എത്രയാണ് കൊടുക്കേണ്ടത്? 1000. നേരത്തെ നമ്മൾ കൊടുത്തത് 1010 ആയിരുന്നു. ഇതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലെ? അപ്പൊ എന്ത് പറ്റും? ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഇതും ഇതിന്റെ പ്രീവിയസ് എന്ന് പറയുന്ന ഇതും കൊടുക്കുക. അപ്പൊ ഈ കണക്ഷൻ അങ്ങ് കട്ടായിക്കോളും. ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഉള്ള കണക്ഷൻ കട്ടായല്ലോ. അപ്പോ എന്താണ്? ഇങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യണം. അതായത് ഒരു നോഡ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ഒന്നോ രണ്ടോ ആയിക്കോട്ടെ, നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ആ പ്രീവിയസ് നെക്സ്റ്റ് അഡ്രസ് മാറ്റി കൊടുത്താൽ മതി. അപ്പോ ഇതെല്ലാം എന്തുകൊണ്ട് നമുക്കൊരു എലമെന്റുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം, നമുക്കൊരു 10,000 1,00,000 എലമെന്റുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് സ്ലോ ആവുകയില്ല, എഫിഷ്യന്റും ആണ്. ഓക്കെ, ഇത്രയും വരെ ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റ് വരെ മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നോഡ്സ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോ ആവും, പിന്നെ ഡിലീഷൻ അനുസരിച്ച് ഷ്രിങ്ക് ആവും. ഇതിന് പിന്നെ ഒരു എഫിഷ്യന്റ് മെമ്മറി യൂട്ടിലൈസേഷൻ ആണ്. മെമ്മറി അതിനാവശ്യമുള്ളപ്പോൾ മാത്രമേ അലോക്കേറ്റ് ആവുന്നുള്ളൂ. അത് റിക്വയർഡ്, അതായത് ആ മെമ്മറി ആവശ്യമില്ലാത്തപ്പോൾ അത് ഡി അലോക്കേറ്റ് ആവും. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർഷനും ഡിലീഷനും ഈസിയറും ആണ്, എഫിഷ്യന്റും ആണ്. അതായത് ഞാനിപ്പോ ജസ്റ്റ് ഇതിനകത്ത് കാണിച്ചല്ലോ, നമുക്കൊരു എലമെന്റ് ആഡ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് അഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഇൻസേർഷൻ ഡിലീഷൻ ഈസിയറും ആണ്, എഫിഷ്യന്റും ആണ്. നമുക്ക് പല കോംപ്ലക്സ് ആപ്ലിക്കേഷനും ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർഷൻ ഡിലീഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആണ്. പക്ഷെ ഇത് സെർച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ കുറച്ച് ഡിഫിക്കൽട്ടും ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ സെർച്ചിങ്ങിന്റെ കേസ് വരുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻസേർഷൻ ഡിലീഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും പ്രിഫറബിൾ ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ്. പക്ഷെ സെർച്ചിങ്ങിന് അതൊന്നൊരു നല്ല ഓപ്ഷൻ അല്ല. അതുപോലെ എല്ലാ നോഡും ഒരു എക്സ്ട്രാ സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ്ല്യൂയുടെ കേസിൽ എന്താണ്, നമ്മൾ സാധാരണ ഡേറ്റയെ അടുത്ത നോഡിന്റെ അഡ്രസ്സ് നമ്മൾ സേവ് ചെയ്യും. പക്ഷെ പ്രീവിയസ് നോഡിന്റെയും കൂടെ എടുക്കുന്നത് കൊണ്ട് ഓരോ നോഡിനും എക്സ്ട്രാ ആയിട്ട് ഈ പ്രീവിയസ് നോഡ് സേവ് ചെയ്യാനുള്ള സ്പേസ് കൂടെ എടുക്കുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് ഇത് കുറച്ച് കൂടുതൽ സ്പേസ് എടുക്കുന്നത് കൊണ്ട് ഒരു അഡീഷണൽ പോയിന്റർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നോഡും കൂടുതൽ സ്പേസ് എടുക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഇപ്പൊ ഈ സിംഗിളും ഡബിളും കൂടാതെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം കൂടിയുണ്ട്. അത് അത്ര കോംപ്ലക്സ് അല്ല. നമ്മുടെ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഇല്ലേ നമ്മൾ പറഞ്ഞത്, അതുപോലെ തന്നെയാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും. ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഡേറ്റ പാർട്ടും ഉണ്ട്, അടുത്ത നോഡിന്റെ അഡ്രസ്സും ഉണ്ട്. അത് തന്നെയാണ് ചെറിയ വ്യത്യാസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് എങ്ങനെയാണ്, അവസാനത്തെ നോഡ് എത്തുമ്പോൾ അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് എത്തിയല്ലോ, അപ്പൊ നമുക്ക് നള്ളായിരിക്കും ആ അഡ്രസ്സിൽ സേവ് ആവുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നള്ള് വരില്ല, അവസാനത്തെ നോഡെന്ന് പറയുന്നത് ആദ്യത്തെ നോഡിനായിരിക്കും പോയിന്റ് ചെയ്യും. മനസ്സിലായല്ലോ? അതാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. അതൊരു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെയാണ്, പക്ഷെ അവസാനത്തെ നോഡിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ആദ്യത്തെ നോഡിന്റെ അഡ്രസ് ആയിരിക്കും അത് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. കാരണം അതിന്റെ ഒരു ഫസ്റ്റോ ലാസ്റ്റ് നോഡോ ഇല്ല. ലാസ്റ്റ് എത്തുമ്പോൾ വീണ്ടും അത് കറങ്ങി ഫസ്റ്റിൽ തന്നെ വരുമല്ലോ. അതാണ് ഒറ്റ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്, അതുപോലെ സിംഗിൾ, ഡബിൾ, സർക്കുലർ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. അതുപോലെ എന്തുകൊണ്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനകത്ത് വരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി.
താങ്ക് യു.